ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ന് വീഡിയോ ഒന്നും എടുക്കണില്ല വിചാരിച്ചാണ്. അപ്പം ഞാൻ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിയാസ്ഖാൻ്റെ ഉമ്മാൻ്റെ കൂടി അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ കറിയൊന്നും വെക്കണില്ല അവിടെ ഇരുന്ന കേട്ടോ. അപ്പം ഇന്നലത്തെ കായച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതും പപ്പടമൊക്കെ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പെട്ടെന്നാണ് റിയാസ്ക്ക് ഇതും കൊണ്ട് വന്നത്. അപ്പം ഞാൻ അത് ചെറുതായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണെന്നറിയാം ഒരു കൊട്ടറാവ് ചാറുണ്ട്, കായച്ചാറുണ്ട്. അപ്പം ഞാൻ ബീഫൊക്കെ കഴുകിയെടുത്തിട്ട് കുറച്ച് വലിയുള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേരെ പാൻ വെച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ചതും പിന്നെ പാൻ ചൂടായ ശേഷം ഞാൻ ബീഫൊക്കെ കിട്ടി ഇങ്ങനെ ഇട്ടതൊക്കെ. അപ്പോൾ ആദ്യം ബീഫ് കഴുകിയിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും. വേവിച്ചെടുത്ത ശേഷം പിന്നെ നമ്മുടെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഒഴിച്ചിട്ട് നമ്മുടെ വലിയ ഉള്ളിയും തക്കാളിയും പാടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് വണക്കിയെടുക്കുക. അപ്പം ലൈറ്റായിട്ടൊന്ന് വണങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം തന്നെ ഗ്രേവി പോലെ ആക്കണുള്ളൂ. പിന്നെ ഇത് നല്ല ഒന്ന് വഴങ്ങി വരുമ്പോൾ നമ്മുടെ പൊടികൾ ഉരുളക്കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ജെസ്സിൻ്റെ കാര്യം. അപ്പം അത് വല്ലാത്തൊരു ദുഃഖമായിപ്പോയി. ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥനയൊന്നും അവൾക്ക് പഠിച്ചാൽ സ്വീകരിച്ചില്ല എന്ന് തന്നെ പറയാം. എന്താ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും അപ്പം ഞാനിന്ന് വീഡിയോ ഒന്നും എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചാട്ടോ. അപ്പം ഞാൻ അങ്ങനെ പെട്ടെന്ന് ബീഫ് കിട്ടിയപ്പോൾ അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താട്ടോ. വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാനത് വീഡിയോ ഒന്നും ചെയ്തില്ല. എന്തിനാ നമ്മളത് വെച്ചിട്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പഠിച്ച എന്തായാലും അവളുടെ ആഹാരം വിളിച്ചാക്കി കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ദുആ ചെയ്യാം. ഞാനങ്ങനെ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല നമ്മൾ വേവിച്ചെടുത്ത ബീഫ് വെള്ളം അതിൽ കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് തോനെയൊന്നുമില്ല. അപ്പോൾ ഉള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്ര ഉള്ളൂ. നമ്മുടെ ബീഫിൻ്റെ റെസിപ്പി പറയാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം ഒന്നും കൂടി വറ്റിയെടുത്താൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കഴിക്കാൻ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതൊക്കെ തന്നെ കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരെ ഇപ്പോൾ ചോറ് ആയിട്ടുണ്ട്. ഇന്നലത്തെ കായച്ചാറുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ കായച്ചാറും നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നത് പച്ചരിയും കൊണ്ട്. അപ്പം ഇന്നലത്തെ ചാറുണ്ട്. അപ്പം ഇന്ന് ചാറൊന്നും വെക്കണ്ട. അപ്പോൾ അത് മതി. പപ്പടം പൊരിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് നമ്മുടെ റിയാസ്ഖാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വേഗം ഏതായാലും കൊണ്ടുവന്നതല്ലേ എന്നിട്ട് എടുത്ത് വെക്കാനൊന്നും നിന്നില്ല. കറിയാകും അപ്പം തന്നെ ഒക്കെ കറിയാക്കിയിട്ടാണ്. അപ്പം ഇന്നിപ്പോൾ അതൊക്കെ മതി. രാവിലെ തന്നെ നമുക്ക് പിന്നെ റിൻഷിമോളും റേസുകുട്ടി സ്കൂളിൽ പോയി. ഫാത്തിമക്കുട്ടിനെയും കൊണ്ടാക്കി. റേസുകുട്ടി മാത്രം ഒന്നും അംഗൻവാടിയിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഭയങ്കരമായ ഒരു സങ്കടമായിരുന്നു. നമ്മുടെ ജെസ്സിയും മരണപ്പെട്ടു എന്നുള്ള വാർത്തയെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സാകെ ചത്തുപോയി കേട്ടോ. നമ്മൾ എത്രയും പേര് ദുആ ചെയ്തിട്ടൊന്നും ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെ പറയാം. അല്ലാഹ് എന്തായാലും അവൾക്ക് ഇനിയുള്ള കാലം അവിടെയെങ്കിലും സ്വർഗം കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടുകാരൊക്കെ കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും അവൾക്ക് അവളുടെ ആഹാരം വെളിച്ചാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപ്പൂന്താപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഈ വിഷമം കാരണം അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. കേട്ടപ്പോൾ എന്താ പറയുക, ആകെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി എന്ന് തന്നെ പറയാം. എന്തോ നമ്മുടെ ഒരു കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ട ഒരു വേദന കേട്ടോ ഫീൽ ചെയ്യുന്നത്. യൂട്യൂബ് തുറന്നാൽ അത് തന്നെ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, ഒരു ലക്ഷം നമ്മുടെ ഒരു യൂട്യൂബർ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അല്ലാഹ് ആർക്കും ഇങ്ങനെ ഒരു പഠിച്ചൊരു വേദന രോഗം ആർക്കും കൊടുക്കാണ്ടിരിക്കട്ടെ റബ്ബേ. ഈ അവസരത്തിൽ ഞാൻ അങ്ങനെ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമ്മുടെ മരിച്ചുപോയവർക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം കേട്ടോ.
അപ്പോൾ എന്തായാലും ഞാൻ ഇനി അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പം ഇനി റിയാസ്ക്ക് വന്ന ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫാത്തിമക്കുട്ടനെ വിളിക്കാൻ പോകണം. പിന്നെ 4 മണിക്ക് പിന്നെ റിയാസ്ക്ക് അവനൊക്കെ സ്കൂൾ ട്രിപ്പ് ഏറ്റിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഞാൻ വീഡിയോ അങ്ങനെ പോയി. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു ഡേ മൈ ലൈഫായിട്ട് വരട്ടെ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹ് എന്നാൽ നല്ലൊരു വീഡിയോ നാളെ വരാം. ബൈ, അസ്സലാമു അലൈക്കും.